വാർത്താപ്രഭാതം തുടരുകയാണ്. ഇനി ഒരു വിദേശ വാർത്തയിലേക്കാണ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇക്കാലഘട്ടം മുന്നിൽ നിൽക്കെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥികളുടെ ആദ്യ ടെലിവിഷൻ സംവാദം ഇന്ന് നടക്കും. 10 പ്രമുഖരാണ് ഇന്നത്തെ സംവാദത്തിൽ പങ്കെടുക്കുന്നത്. എല്ലാവരും കാത്തിരിക്കുന്നത് ബോബി ജിൻഡാലിന്റെ വാക്കുകൾക്കായാണ്. പക്ഷേ അദ്ദേഹം ഇന്നത്തെ സംവാദത്തിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല എന്നാണ് ന്യൂയോർക്കിൽ നിന്ന് കൃഷ്ണകിഷോർ റിപ്പോർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ട് കാണാം. അടുത്ത വർഷം നവംബറിൽ നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാൻ 17 പേരാണ് ഇപ്പോൾ രംഗത്തുള്ളത്. പ്രൈമറി തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ആദ്യത്തെ സംവാദമാണ് ഇന്ന് നടക്കുക. എന്നാൽ ഫോക്സ് ന്യൂസ് ക്ലീവ്ലൻഡിൽ സംഘടിപ്പിക്കുന്ന സംവാദത്തിൽ പങ്കെടുക്കാൻ 10 പേർ മാത്രമാണ് യോഗ്യത നേടിയത്. 3 അഭിപ്രായ സർവേകളുടെ അടിസ്ഥാനത്തിലാണ് ഫോക്സ് ന്യൂസ് 10 സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്തത്. ജെബ് ബുഷ്, സ്കോട്ട് വാക്കർ, മൈക്ക് ഹക്കബി, ബെൻ കാർസൺ, ടെഡ് ക്രൂസ്, മാർക്കോ റൂബിയോ, റാൻഡ് പോൾ, ക്രിസ് ക്രിസ്റ്റി, ജോൺ കേസിക്, ഡൊണാൾഡ് ട്രംപ് എന്നിവർക്കാണ് നറുക്ക് വീണത്. ബോബി ജിൻഡാൽ, കാർലി ഫിയറീന തുടങ്ങിയവർ ഉൾപ്പെടെ 7 പേർ പുറംതള്ളപ്പെട്ടു. ഇന്നത്തെ സംവാദത്തിൽ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപിന്റെ പ്രകടനമാണ് ഏവരും ഉറ്റുനോക്കുന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ പ്രമുഖരെ തോൽപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ആകുവാൻ ഏറ്റവും യോഗ്യത തനിക്കാണെന്ന അവകാശവാദവുമായി രംഗത്തുള്ള ഡൊണാൾഡ് ട്രംപാണ് ഇപ്പോൾ അഭിപ്രായ സർവേകളിൽ ഏറ്റവും മുന്നിൽ. ഇത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ ഏറെ ആശങ്ക ഉളവാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് സീസണിലെ ആദ്യത്തെ സംവാദത്തിലെ പ്രകടനം എല്ലാ സ്ഥാനാർത്ഥികൾക്കും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ആരോപണ പ്രത്യാരോപണങ്ങളുടെ വേദിയായി മാറും ഇന്നത്തെ ഈ സംവാദം. കൃഷ്ണകിഷോർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ന്യൂയോർക്ക്. അന്താരാഷ്ട്ര രംഗത്ത് സജീവമായി നിൽക്കുന്ന